ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഓറൻസ ബൈ സൗന്ദര്യ. അപ്പോൾ ഞാൻ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഓണം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് കൊണ്ടുവരാറുണ്ട്. ഈ മെറ്റീരിയൽസിനെല്ലാം ഭയങ്കര ഒരു വലിയ സ്വീകാര്യതയാണ് എനിക്ക് കിട്ടാറുള്ളത്. എൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ വീക്ക്ലി പുതിയ സ്റ്റോക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് എനിക്ക് സാധാരണ വരാറുള്ളത്. ഇത്തവണ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസാണ് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. യൂഷ്വലി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു കാഞ്ചി കോട്ടനൊക്കെ കുറച്ച് ഹിറ്റായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് ഞാനതിൽ കുറച്ചേറെ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ആ കാഞ്ചി കോട്ടണിൽ മോള് ഇട്ടിരുന്ന സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുത്ത് സ്കേർട്ടും ബ്ലൗസും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധാവണി ഇട്ടിട്ടുണ്ടായിരുന്നു. ധാവണിയുടെയും വേറെ കളർ കോമ്പിനേഷൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഷോൾസും കാണിക്കുന്നുണ്ട്. ദുപ്പട്ടയായിട്ട് ചെയ്യാൻ, സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആയിട്ട് ചെയ്യാം, ഫ്രോക്കായിട്ട് ചെയ്യാം, അംബ്രല്ല ആയിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ധാവണിയായിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സാരി ആക്കണോ അങ്ങനെയും ആക്കാം. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ റണ്ണിങ് മെറ്റീരിയലാണ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മെറ്റീരിയലായിട്ട് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മെറ്റീരിയലിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കാണുന്നത് കാഞ്ചി കോട്ടണിൽ നല്ലതാ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ ഒരു ബ്ലാക്ക് ഡബിൾ കളർ പോലെ വരുന്നുണ്ട്. അതിന് ബോർഡർ വരുന്നത് വൺ സൈഡ് വരുന്നത് ബിഗ് ബോർഡറാണ്. ഇത്രയും വലിയ ബോർഡറാണ് വരുന്നത്. നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ഞാൻ എൻ്റെ ഒരു കൈ വെച്ചിട്ട് അവിടെ നിന്നും പിന്നെയും ഒരു മുക്കാൽ അങ്ങനെ അത്രയും വലുപ്പമുള്ള ബിഗ് ബോർഡറാണ് വന്നിരിക്കുന്നത്. ബോർഡറിൽ ഒരു ചെറിയ റെഡ് കളറുണ്ട്. ഇതിൻ്റെ അതർ സൈഡ് വരുന്നത് ഇതുപോലെ ഒരു ചെറിയ ബോർഡറാണ്. അപ്പോൾ നമുക്ക് സ്കേർട്ടും ബ്ലൗസും ഈ സെയിം മെറ്റീരിയലിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവിന് ഇത്രയും ഒരു ബിഗ് ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിന് നെക്കിലേക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ ബോർഡർ നെക്കിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള നെക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതിന് ധാവണിയായിട്ട് ഈ ഒരു റെഡ് കളർ ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. ഇതിലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ ഒരു മെറ്റീരിയലാണ് നമ്മളിതിന് ധാവണിയായിട്ട് ഷോളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷോളിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ ബോർഡർ, അതായത് സ്കേർട്ടിന് നമ്മൾ താഴത്തെ ബോർഡർ യൂസ് ചെയ്ത് കഴിയുമ്പം മുകളിലെ പോർഷനിലുള്ള ഈ ചെറിയ ബോർഡർ നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഷോളിൽ ബോർഡറായിട്ട് കൊടുക്കാം. ഇനി അതല്ല ബോർഡർ വേണ്ട എന്നാണെങ്കിൽ അങ്ങനെ പ്ലെയിനായിട്ടും കൊടുക്കാം. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ സൈഡിൽ ആഡ് ചെയ്തേക്കാം. അടുത്ത കളർ വരുന്നത് നല്ലൊരു വൈൻ കളറാണ്. വൈനിൽ ആ കാഞ്ചിക്കോട്ടനിൽ നമ്മുടെ കഴിഞ്ഞ മെറ്റീരിയൽ കണ്ട പോലെ തന്നെ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷെ വൈനാണ് എടുത്ത് കാണുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ ഇത്രയും വലിയൊരു ബിഗ് ബോർഡറാണ് വരുന്നത്. ഈ ബോർഡറിൻ്റെയും അറ്റത്ത് നമുക്കിതുപോലെ തന്നെ ഒരു റെഡ് കളറ് വരുന്നുണ്ട്. ഈ മെറ്റീരിയലിൻ്റെ അതർ സൈഡിൽ വരുന്ന ഡിസൈൻ ഇതുപോലെ ഒരു ചെറിയ ഡിസൈനാണ്. പീക്കോക്കാണ് കേട്ടോ ഡിസൈൻ വരുന്നത്. അതിനും നമുക്ക് ഈ ഒരു സെയിം ഷോള് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിത്ത് ബോർഡറായിട്ടും വിത്തൗട്ട് ബോർഡറായിട്ടും നമുക്ക് ഇതുകൊണ്ട് ദുപ്പട്ട ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെയും ഞാനൊരു പിക്ക്, ഇതിപ്പം നമുക്ക് ഫോട്ടോയിലേക്ക് വരുമ്പോഴേക്കും ശരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണുന്നത് ഇതൊരു വയലറ്റ് കളറല്ലേ, ശരിക്കും ആ ഒരു വയലറ്റ് കളറല്ല. ഞാനിത് അടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കളർ. ഇത് കണ്ടോ, ഇങ്ങനൊരു വൈൻ കളറാണ് ഇതിന് ശരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കളറ് അല്ല ഞാൻ ഫോട്ടോ ആയിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു വയലറ്റ് കളറാണ് ശരിക്കും. ഈ ഒരു വൈൻ കളറാണ് മെറ്റീരിയലിൻ്റെ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട്. അടുത്ത് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ്. അതിലേക്ക് വരുന്നതും നല്ല മനോഹരമായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണിത്. മജന്തയാണ് കേട്ടോ. മജന്തയിൽ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ടെമ്പിൾ ഡിസൈനും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇതുപോലൊരു ബിഗ് ബോർഡറാണ് വരുന്നത്. ബോർഡറിൻ്റെ അറ്റത്തൊരു ആ ഒരു മജന്ത, ഒരു വാടാമല്ലി പോലത്തെ ഒരു കളറ് വരുന്നുണ്ട്. അതിൻ്റെ അതർ സൈഡ് വരുന്നത് ഇതുപോലെ ഇത്രയും ബോർഡറിലുള്ള ഒരു ഇതാണ്. മറ്റ് രണ്ട് മെറ്റീരിയൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലിയ ബോർഡറാണ് ഈ ഒരു നേവി ബ്ലൂവിൽ വരുന്നത്. ഇതിന് നമ്മൾ പെയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു കളറിൽ തന്നെ വരുന്ന ഒരു വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ധാവണി ഷോളിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡർ എടുത്ത് നമുക്ക് ധാവണി ഷോളിൻ്റെ സൈഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ പിക്ക് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക്
സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തും അതുപോലെ തന്നെ മെറ്റീരിയലായിട്ടും നമ്മളോട് വാങ്ങാവുന്നതാണ്. അടുത്ത കളർ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല മനോഹരമായ ഒരു ഗ്രീൻ ഷെയ്ഡിൽ നല്ല വീതിയിലുള്ള ബോർഡർ വന്നിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീതി ബോർഡറാണ്. അതിൻ്റെ അറ്റത്ത് ഒരു മെറൂണിഷ് റെഡ് കളറാണ് വരുന്നത്. അതർ സൈഡിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ നേവി ബ്ലൂവിൽ കാണിച്ചതുപോലെ ഒരു ബിഗ് ബോർഡർ തന്നെ, ഒത്തിരി വലുതല്ല. ഞാൻ രണ്ടും തമ്മിലുള്ള ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത് കേട്ടോ. ഇത്രയ്ക്കുള്ള ഒരു സൈസേ ഈ സൈഡിലുള്ളൂ. മറ്റത് സ്കേർട്ടിൻ്റെ ഒക്കെ താഴെ പോർഷനിലേക്ക് വരുന്നത് ഇത്രയും വലിയൊരു ബോർഡറാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇത്രയും വലിയ ബോർഡർ വേണ്ട എന്ന് തോന്നുന്നവർക്ക് മാറ്റാൻ എളുപ്പത്തിലാണ് ഈ ഒരു ബോർഡർ വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഇതിനെ പകുതിക്ക് വെച്ച് നിങ്ങൾക്കൊന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത്രയും വലിയ ബോർഡർ വേണ്ട എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ഇത്രയും വെച്ചിട്ട് നമ്മൾ ആ ബോർഡറിനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിൽ ഒരു ബിഗ് ബോർഡർ കിട്ടുന്നുണ്ട്. ഇനിയും വേണ്ടെന്ന് തോന്നുന്നവർക്ക് ഈ ഒരു ചെറിയ സൈസിലേക്കും നമുക്കിത് ബോർഡർ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സൈസേ വരുള്ളൂ അപ്പം ബോർഡറിൻ്റെ വലിപ്പം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഈ ബോർഡർ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനും ഞാൻ ഈ ഒരു സെയിം കളറാണ് ദാവണി ഷോളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് മാച്ചാണ്. വിത്ത് ബോർഡറും വിത്തൗട്ട് ബോർഡറും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷോൾ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം പർച്ചേസിന് അവൈലബിൾ ആണ്. മെറ്റീരിയലായിട്ടും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിനായിട്ടും സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനും ഒക്കെ അവൈലബിൾ ആണ്. ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടും അതുപോലെ തന്നെ സിംഗിൾ പീസായിട്ടും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എത്രയും വേഗം ഓർഡർ ചെയ്തോളൂ. ഓണം ഇങ്ങ് അടുത്തെത്തി, ഓഗസ്റ്റ് ആകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒട്ടും വൈകിക്കാതെ എത്രയും വേഗം പ്രോഡക്റ്റ്സ് എല്ലാം ഓർഡർ ചെയ്യുക. ഇനി നമുക്ക് ഈ ഓരോ കളർ കോമ്പിനേഷനിലും സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഡിസൈൻ കൂടെ ഒന്നുകൂടെ കണ്ടു നോക്കാം. ഇത് ബോർഡർ കൊടുത്തുകൊണ്ടും അതുപോലെ ബോർഡർ ഇല്ലാതെയും നമ്മൾ ഈ ഷോൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ലേസ് ബോർഡറാണ് ഇതിന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബോർഡേഴ്സ് വിത്തും വിത്തൗട്ടും ഒക്കെ ആയിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചും ചെയ്തെടുക്കാവുന്നതാണ്.